പശ്ചിമേഷ്യൻ സമാധാന ശ്രമങ്ങളെയും അന്താരാഷ്ട്ര നയതന്ത്ര സമവാക്യങ്ങളെയും പുതിയൊരു തലത്തിലേക്ക് എത്തിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ അത്യന്തം നാടകീയമായ ഒരു നീക്കമാണ് ഇപ്പോൾ ആഗോള രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. ഇറാൻ യുദ്ധം അവസാനിപ്പിച്ചതിന് തൊട്ടു പിന്നാലെ മുസ്ലിം അറബ് രാജ്യങ്ങൾ ഇസ്രയേലുമായി നയതന്ത്ര ബന്ധങ്ങൾ സ്ഥാപിക്കണമെന്നും സൗഹൃദം സാധാരണ നിലയിലാക്കണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മേഖലയിലെ പ്രമുഖ മുസ്ലിം രാജ്യങ്ങളിലെ ഉന്നത നേതാക്കളുമായി നടത്തിയ ഒരു സുപ്രധാന ടെലിഫോൺ സംഭാഷണത്തിലാണ് ട്രംപ് ഈ അപ്രതീക്ഷിത ആവശ്യം മുന്നോട്ട് വെച്ചത്. ഈ അതീവ രഹസ്യവും ഉയർന്ന തലത്തിലുള്ളതുമായ ഫോൺ കോൾ പശ്ചിമേഷ്യൻ ഭരണാധികാരികളിൽ വലിയ രീതിയിലുള്ള അത്ഭുതവും ഞെട്ടലുമാണ് ഉണ്ടാക്കിയത്. സൗദി അറേബ്യ, ഖത്തർ, പാകിസ്ഥാൻ തുടങ്ങിയ പ്രമുഖ രാജ്യങ്ങളിലെ പ്രതിനിധികൾ ട്രംപിന്റെ ഈ പെട്ടെന്നുള്ള ആവശ്യത്തിന് പിന്നിൽ തികച്ചും അപ്രതീക്ഷിതമായാണ് അകപ്പെട്ടത്. ഡൊണാൾഡ് ട്രംപിന്റെ ഈ കടുത്ത സമ്മർദ്ദ തന്ത്രത്തിന് പിന്നിൽ ചരിത്രപരമായ ഒരു നയതന്ത്ര നേട്ടം കൈവരിക്കുക എന്ന കൃത്യമായ ലക്ഷ്യമുണ്ട്. സൗദി അറേബ്യയും ഇസ്രയേലും തമ്മിൽ ഒരു ഔദ്യോഗിക സമാധാന കരാർ യാഥാർത്ഥ്യമാക്കുക എന്നതാണ് ട്രംപ് ഭരണകൂടം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. എന്നാൽ ട്രംപിന്റെ ഈ വലിയ നയതന്ത്ര സ്വപ്നങ്ങൾക്ക് മുന്നിൽ കനത്ത പ്രതിബന്ധങ്ങളും തടസ്സങ്ങളുമാണ് നിലനിൽക്കുന്നത്. പലസ്തീൻ ജനതയുടെ പരമാധികാരവും അവരുടെ സ്വതന്ത്ര രാഷ്ട്ര പദവിയും സംബന്ധിച്ച തർക്കങ്ങളാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. പലസ്തീൻ വിഷയത്തിന് പുറമെ ഇറാന്റെ ഭാവി രാഷ്ട്രീയ നിലപാടുകളും ഈ കരാറിനെ ബാധിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. ഇറാൻ യുദ്ധത്തിന് ശേഷമുള്ള പശ്ചിമേഷ്യയിലെ പുതിയ സുരക്ഷാ ക്രമീകരണങ്ങൾ എങ്ങനെയായിരിക്കണമെന്ന കാര്യത്തിൽ മുസ്ലിം രാജ്യങ്ങൾക്ക് തനതായ താല്പര്യങ്ങളുണ്ട്. ഇസ്രയേലിന്റെ ആഭ്യന്തര രാഷ്ട്രീയ ഭാവിയും ബെഞ്ചമിൻ നെതന്യാഹു ഭരണകൂടത്തിന്റെ നിലപാടുകളും ഈ ചർച്ചകളെ കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ട്. തീവ്ര വലതുപക്ഷ നിലപാടുകളുള്ള നിലവിലെ ഇസ്രയേൽ ഗവൺമെന്റ് അറബ് രാജ്യങ്ങൾക്ക് അനുകൂലമായ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുമോ എന്ന കാര്യത്തിൽ അന്താരാഷ്ട്ര നിരീക്ഷകർക്ക് കടുത്ത സംശയമുണ്ട്. തന്റെ ഈ നയതന്ത്ര ദൗത്യം വിജയത്തിലെത്തിക്കാൻ ട്രംപ് തന്റെ ഏറ്റവും വിശ്വസ്തരായ പ്രതിനിധികളെയാണ് രംഗത്തിറക്കിയിരിക്കുന്നത്. ട്രംപിന്റെ മരുമകനും അബ്രഹാം ഉടമ്പടിയുടെ പ്രധാന ശില്പിയുമായ ജാരഡ് കുഷ്നർ, പ്രമുഖ ബിസിനസ്സുകാരനും നയതന്ത്രജ്ഞനുമായ സ്റ്റീവ് വിറ്റ്കോഫ് എന്നിവർ വരും ദിവസങ്ങളിൽ ഈ മുസ്ലിം രാജ്യങ്ങളുമായി തുടർ ചർച്ചകൾ നടത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. ട്രംപിന്റെ ഈ ധീരവും ആക്രമണാത്മകവുമായ പശ്ചിമേഷ്യൻ തന്ത്രം വിജയിക്കുകയാണെങ്കിൽ അത് മേഖലയിലെ പരമ്പരാഗത സഖ്യങ്ങളെയും കൂട്ടുകെട്ടുകളെയും പൂർണ്ണമായി പുനഃക്രമീകരിക്കും. നാളിതുവരെ ശത്രുക്കളായിരുന്ന രാജ്യങ്ങൾ തമ്മിൽ സാമ്പത്തിക പ്രതിരോധ മേഖലകളിൽ കൈകോർക്കുന്ന ഒരു പുതിയ യുഗത്തിന് ഇത് തുടക്കം കുറിച്ചേക്കാം. എബ്രഹാം ഉടമ്പടിയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുക എന്നതും ട്രംപിന്റെ ഈ നീക്കത്തിന് പിന്നിലെ മറ്റൊരു പ്രധാന അജണ്ടയാണ്. തന്റെ ആദ്യ ഭരണകാലത്ത് UAE, ബഹ്റൈൻ, മൊറോക്കോ തുടങ്ങിയ രാജ്യങ്ങളെ ഇസ്രയേലുമായി അടുപ്പിക്കാൻ ട്രംപിന് സാധിച്ചിരുന്നു. അതിന്റെ അടുത്ത ഘട്ടമായി സൗദി അറേബ്യയെയും പാകിസ്ഥാനെയും പോലുള്ള വലിയ ശക്തികളെ ഈ സഖ്യത്തിന്റെ ഭാഗമാക്കാനാണ് ട്രംപ് ഇപ്പോൾ സമ്മർദ്ദം ചെലുത്തുന്നത്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ ചർച്ചകളിൽ പങ്കാളിയാകേണ്ടി വന്നത് കടുത്ത നയതന്ത്ര പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. സ്വന്തം രാജ്യത്തിനുള്ളിലെ ശക്തമായ ഇസ്ലാമിക ഗ്രൂപ്പുകളുടെയും പൊതുജനങ്ങളുടെയും കടുത്ത ഇസ്രയേൽ വിരുദ്ധ വികാരം അവഗണിച്ചുകൊണ്ട് ഒരു തീരുമാനമെടുക്കാൻ പാക് ഭരണകൂടത്തിന് കഴിയില്ല. ഖത്തറും ഈ വിഷയത്തിൽ വളരെ ജാഗ്രതയോടെയുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഹമാസ് ഉൾപ്പെടെയുള്ള പലസ്തീൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഖത്തർ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടാതെ ഇസ്രയേലിന് അനുകൂലമായ ഒരു കരാറിനും സമ്മതിക്കില്ലെന്ന് വ്യക്തമാക്കുന്നുണ്ട്. സൗദി അറേബ്യൻ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ നിലപാടുകളായിരിക്കും ഈ ചർച്ചകളുടെ ആത്യന്തികമായ ഭാവി നിശ്ചയിക്കുക. വിഷൻ 2030 രാജ്യത്തെ സാമ്പത്തികമായി പുരോഗതിയിലേക്ക് നയിക്കാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹം. ഇസ്രയേലുമായി സഹകരിക്കാൻ താല്പര്യം കാണിക്കുന്നുണ്ടെങ്കിലും മുസ്ലിം ലോകത്തിന്റെ നേതാവ് എന്ന പദവിക്ക് കോട്ടം തട്ടുന്ന ഒരു നീക്കത്തിനും തയ്യാറാകില്ല. അമേരിക്കയ്ക്കുള്ളിലെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിലും ട്രംപിന്റെ ഈ പെട്ടെന്നുള്ള നീക്കം വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. വിദേശ നയങ്ങളിൽ പെട്ടെന്ന് മാറ്റങ്ങൾ വരുത്തുന്ന ട്രംപിന്റെ ശൈലി മേഖലയിൽ കൂടുതൽ അസ്ഥിരതയുണ്ടാക്കുമെന്ന് ഡെമോക്രാറ്റിക് പാർട്ടിയിലെ വിമർശകർ ആരോപിക്കുന്നു. ട്രംപിന്റെ ഈ പുതിയ ഇറാൻ യുദ്ധാനന്തര പ്ലാൻ പശ്ചിമേഷ്യയെ ഒരു വലിയ രാഷ്ട്രീയ പരീക്ഷണശാലയാക്കി മാറ്റിയിരിക്കുകയാണ്. വൻ ശക്തികളുടെ താല്പര്യങ്ങളും പ്രാദേശിക രാജ്യങ്ങളുടെ പരമാധികാരവും തമ്മിലുള്ള കടുത്ത പോരാട്ടത്തിനാണ് ഈ ഫോൺ കോൾ തുടക്കം കുറിച്ചിരിക്കുന്നത്.
വരും ദിവസങ്ങളിൽ ജാരഡ് കുഷ്നറുടെ നേതൃത്വത്തിൽ നടക്കുന്ന നയതന്ത്ര നീക്കങ്ങൾ ഈ പ്രതിസന്ധിക്ക് എന്ത് തരത്തിലുള്ള പരിഹാരമാണ് കാണുക എന്ന ലോകം അതീവ ഉത്കണ്ഠയോടെയാണ് വീക്ഷിക്കുന്നത്.